ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്നത് ഈ സിനിമയിൽ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേടുകള്, ദ്വയാർത്ഥങ്ങള്, മറ്റ് പ്രയോഗങ്ങള് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. രണ്ട് വളരെ ചെറിയ ചെറിയ മെസ്സേജുകൾ യു ആർ പാസിങ് ഒരു ഡെസിമേഷൻ ഓഫ് അതിൻ്റെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ഈ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്. ലെറ്റ് us see who is it. ടേക്ക് ഓഫിന്റെ ചിത്രീകരണത്തിന്റെ ഓരോ വേളയിലും ഇതിന്റെ ക്ലിപ്പിംഗ്സ് മഹേഷ് എന്നെ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, മലയാളത്തിലെ ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു സിനിമയാണ് ടേക്ക് ഓഫ് എന്ന്. മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ, ഒരു മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിഷ്വൽസ് ആണ് ആ സിനിമയിൽ അന്ന് ഞാൻ കണ്ടത്. ടേക്ക് ഓഫ് ഒരു ഗംഭീര വിജയത്തിലേക്ക് നീങ്ങുന്നതിൽ ഞാനും ഇതിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം വളരെയധികം സന്തോഷിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് 3 പേരോടും ചോദിക്കാനുള്ള ചോദ്യം, ചില ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഫിലിംസ് റിലീസായി ഹിറ്റ് ആകുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ നമ്മൾ കേൾക്കാറുണ്ട് പറയുന്നത്, ഇനിയും ഇത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഊർജവും ഈ സിനിമയുടെ വിജയം ഞങ്ങൾക്ക് നൽകുന്നുവെന്ന്. ടേക്ക് ഓഫ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര വിജയമാണ്. അതിന്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ മഹേഷിനും അതിലെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പാർവതിക്കും ചാക്കോച്ചനും മുമ്പോട്ടുള്ള നിങ്ങളുടെ കരിയറിൽ ടേക്ക് ഓഫിന്റെ വിജയം എന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? എക്സലന്റ് ക്വസ്റ്റ്യൻ. എനിക്കത് ഞാനതും കൂടെ സപ്ലിമെന്റ് ചെയ്യട്ടെ. പാർവതി, ഇനി ഒരു സ്ക്രിപ്റ്റ് പാർവതിയുടെ മുമ്പിലേക്ക് വന്നാൽ ഈ ടേക്ക് ഓഫ് മനസ്സിലുണ്ടാവും. മനസ്സുദ്ദേശിക്കുന്നത് അതല്ല, അതായത് ചില ബോൾഡായിട്ടുള്ള ചില ഒരു തീമുകളും സ്ക്രിപ്റ്റുകളും കയ്യിലേക്കൊന്നും വേണേൽ പിടിക്കണം എന്നൊരു ധൈര്യം കിട്ടുന്നുണ്ടോ? അതെയോ ഇത് ഇറ്റ്സ് ലൈക്ക് അനദർ മൂവി? No, it definitely is not just another film. കാര്യം ഈ ബോയ്സർ പറഞ്ഞത് കറക്റ്റാണ്. നാഴികക്കല്ലാവാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഈ സിനിമയുടെ ഭാഗമല്ലായിരുന്നെങ്കിലും ഐ വുഡ് ഹാവ് വാണ്ടഡ് സച്ച് മൂവീസ് ടു ബി മെയ്ഡ്. അതിൻ്റെ കൺസിസ്റ്റൻസീൻ്റെ കുറവിൽ മാത്രമാണ് നമുക്ക് മാറ്റം ഇത്രയും സ്ലോ ആവുന്നത്. ഐ വുഡ് വാണ്ട് മഹേഷ് ആൻഡ് മഹേഷിൻ്റെ ടീം ആൻഡ് സാനു ചേട്ടൻ ആൻഡ് ഓൾ ടു കീപ് മേക്കിംഗ് മൂവീസ് ഫാസ്റ്റർ ആൻഡ് മോർ. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു അഭിനയശീലം അല്ലെങ്കിൽ ഈവൻ കാഴ്ചശീലം, നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നമ്മൾ എന്താണോ ഇതുവരെ നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ സ്ലാപ്സ്റ്റിക് ജോക്സും വളരെ അശ്ലീലമായിട്ടുള്ള ജോക്സിനെ വലിയ മാസ് ഓഡിയൻസിന് ക്ലാപ്പ് കിട്ടുന്നതുമായിട്ടുള്ള സിനിമകളിന് അതിനൊക്കെ ഇത്രയും റവന്യൂവും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വളരെ നന്മ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഉദ്ദേശശുദ്ധിയുള്ള ഒരു സിനിമയ്ക്ക് അതിന് അർഹിക്കുന്ന ഒരു സ്പേസ് എന്തായാലും കിട്ടിയേ പറ്റും. 1 to 10 സ്കെയിലിൽ പാർവതിയുടെ മെച്യൂരിറ്റി ആസ് ആൻ ആക്ട്രസ്, അങ്ങനെ ആഡ് ചെയ്തു തന്നെ ആസ് ആൻ ആക്ട്രസ് 6 ആയിരുന്നുവെങ്കിൽ ഈ സിനിമ കഴിഞ്ഞപ്പോൾ, ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ സ്കെയിലിൽ എന്ത് വ്യത്യാസം വന്നു? എൻ്റെ ഓരോ സിനിമയിലും ഞാൻ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും എന്നെ ആ സ്കെയിലിൽ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഒരു ക്യാരക്ടർ അഭിനയിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ കഥാപാത്രം എന്നെ എങ്ങനെ എഫക്ട് ചെയ്തു. 6, 7 6, 8 ഡെഫിനറ്റ്ലി മോർ. എനിക്ക് 6 or 7 എന്നുള്ളത് അറിയില്ല, 10 എന്നുള്ളത് അറിയില്ല. ഐ എം എ ഗുഡ് ഗേൾ, റിമെമ്പർ. ഒരു 9.5 ഫുള്ള് കൊടുത്താലും ഭയങ്കര പാർഷ്യലാണെന്ന് പറയും. 9 തന്നെ ഭയങ്കര പ്രശ്നമാണ്. അല്ല, എനിക്ക് ചോദിച്ചേ, ഞാൻ എന്റെ എല്ലാ നടിമാരെയും പ്രിയായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ ആളാണ്. അതോ ഇത് തന്നെ അമലയോടും പറയോ? എനിക്കറിയാം. ഇത് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ നന്നാവില്ല. ഈ 9 അവർക്കെല്ലാം കൊടുത്തിട്ടുള്ള പറയുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പം ചോദ്യം മഹേഷിനോട് മഹേഷിന്റെ കാര്യം പിടിച്ചുകൂടെ വെക്കണോ? ഹോളിവുഡിലേക്ക് പോകുന്നാണല്ലോ. Will you take off to another area, terrain? ഇതൊരു പ്ലാറ്റ്ഫോമാണ് സർ. ബേസിക്കലി ഇതൊരു പ്ലാറ്റ്ഫോമാണ്. You are really going? അത് ഗോയിങ് ഒക്കെ ഒരു സെക്കൻഡറി വിഷയങ്ങൾ. അത് മറ്റുള്ള അതിനകത്ത് വേറെ പല ഘടകങ്ങളുണ്ട്. ഞാൻ മാത്രം തീരുമാനിച്ച പോരാ. തീർച്ചയായിട്ടും പോകണം. ഞാൻ പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ആവേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ കൂടുതൽ ഉണ്ടാവണം, ഇത്തരം സിനിമകൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് വരണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും അഭിരുചികൾക്കനുസരിച്ച്, അതായത് ഇപ്പം ഒരു പുതിയ കാഴ്ച വരുന്നു എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആ കാഴ്ചക്ക് ഇനിയും ഒരു ബാൻഡ് വിഡ്ത്ത് കൂടണം. ഇത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ പോലുള്ള പ്രൊഡ്യൂസറുകൾ ഇനിയും വരണം. തീർച്ചയായിട്ടും വരണം. ആൻഡോ എന്നുള്ള പ്രൊഡ്യൂസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തായിരുന്നു? കൺവിക്ഷൻ. ഈ ആൻഡോ എന്നുള്ള പ്രൊഡ്യൂസർ ഏറ്റവും മോശപ്പെട്ട വശം എന്തായിരുന്നു? അങ്ങനെ ഒരു മോശപ്പെട്ട വശം അതും കൺവിക്ഷൻ പറയണോ മഹേഷേ? ചോദിച്ചു